കുക്ക് മാറുമ്പോൾ ബിരിയാണിയുടെ ടേസ്റ്റ് മാറുന്നുണ്ടോ? ഇന്നൊരു ടേസ്റ്റ്, നാളെ മറ്റൊരു ടേസ്റ്റ്. ഇതാണ് മിക്ക ഹോട്ടൽ ഓണേഴ്സും നേരിടുന്ന വലിയ പ്രശ്നം. ഹായ്, നമസ്കാരം. ഞാൻ ഷെഫ് നൗഷാദ്, ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഹോട്ടൽ സക്സസ് കോച്ചാണ്. കസ്റ്റമർ ഒരിക്കൽ കഴിച്ച ടേസ്റ്റ് തന്നെയാണ് വീണ്ടും വരുമ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇന്ന് കഴിച്ച ടേസ്റ്റ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അവർ കംപ്ലൈന്റ് പറയാതെ ആ കസ്റ്റമർ തന്നെ മാറിപ്പോയേക്കാം. അങ്ങനെ മാറിപ്പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു ബിരിയാണി മാത്രമല്ല, പകരം ലൈഫ് ലോങ് നമുക്കൊരു കസ്റ്റമറെയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഷെഫ് നൗഷാദ് ബിരിയാണി പ്രോഫിറ്റ് സിസ്റ്റം ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കൺസിസ്റ്റന്റ് ആയ ടേസ്റ്റ് നമുക്ക് നിലനിർത്താൻ പറ്റും. കുക്കുമാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാഫിനെ ലക്ഷങ്ങളും കോടികളും മുടക്കി നമ്മൾ ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് പണിയുന്നു. ശേഷം നമ്മൾ കുക്കുമാരെ അതല്ലെങ്കിൽ സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യേണ്ട ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് ദയനീയമാണത്. അതുകൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സ്റ്റാഫിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണ്ട. രണ്ട്, നമുക്ക് കൺസിസ്റ്റന്റ് ആയ ടേസ്റ്റ് നിലനിർത്താൻ പറ്റും. മൂന്ന് എന്ന് പറയുന്നത്, നമുക്ക് ഉള്ളി വെട്ടൽ, വാട്ടൽ, വഴറ്റൽ തുടങ്ങിയിട്ടുള്ള ആ ഒരു ടൈം, അതുപോലെ അതിന് വേണ്ട ഓയില്, ഗ്യാസ്, ആ എക്സ്പെൻസ് നമുക്ക് മാക്സിമം നമുക്ക് പ്രോഫിറ്റിലേക്ക് മാറ്റാൻ പറ്റും. അഥവാ നോർമൽ നമ്മൾ വെക്കുന്ന ബിരിയാണിയുടെ നോർമൽ കോസ്റ്റിനേക്കാൾ ഒരു 25-40% നിലവിൽ നമ്മൾ വിൽക്കുന്ന ബിരിയാണിയിൽ നിന്ന് തന്നെ നമുക്ക് പ്രോഫിറ്റിലേക്ക് മാറ്റാൻ കഴിയും എന്നതാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചാലുള്ള ഗുണം. ഇത് ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഇത് ഉപയോഗിച്ച കസ്റ്റമേഴ്സ് പറയുന്ന അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കേട്ടു നോക്കൂ. പിന്നെ നൗഷാദ് ഭായ്, നിങ്ങള് തന്ന മസാല നമ്മൾ ചെയ്ത് നോക്കിട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിൽ ചെയ്തപ്പോഴേ ഭയങ്കര എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്തു. ആദ്യങ്ങൾ വന്നപ്പോഴൊക്കെ നമ്മൾ വേണ്ട, പിന്നെ അതൊന്നും നടക്കൂല. കാരണം നമ്മളെ ഭണ്ഡാരി നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ ഭണ്ഡാരി ആ രൂപത്തിലുള്ള ആളായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. മൂപ്പരെ ആ ഒരു സ്ഥാനം പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു മൂപ്പർക്ക്. പിന്നെ ആ ടേസ്റ്റ് മാറുമോ, ടേസ്റ്റ് വേറെ ആണോ എന്നുള്ളത് പറയുമ്പോൾ അവരൊന്നും ആക്സെപ്റ്റ് ചെയ്തില്ല. എനിക്കറിയായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്തു നോക്കിയപ്പോൾ വളരെ നമുക്കൊരാളെ കുറക്കാം. 2 പേര് കൈപ്പണ്ടാരും പണ്ടാരും ചെയ്യുന്ന ബിരിയാണി ഒരാളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക. പിന്നെ ആണെങ്കിലോ ടേസ്റ്റിൽ നമ്മൾ കൊടുത്തിരുന്നത് ബിരിയാണി അല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ അടിപൊളി ബിരിയാണിയാണ്, അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ്. അപ്പം പിന്നെ നമുക്കൊന്നും കൂടി വലിയ ഓർഡർ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതിനെ ഞാൻ വോയിസ് ചെയ്ത് നോക്കിയപ്പോൾ വോയിസ് വിട്ടതാണ്. അപ്പോൾ നമുക്കിപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ഗ്യാസ് കിട്ടാത്ത ഈ ഒരു സമയത്ത് നമുക്കാകെ 10 മിനിറ്റ് മസാല ഇട്ടിട്ട് ചിക്കൻ ഇട്ടിട്ട് 10-15 മിനിറ്റ് ആ ഗ്യാസ് ചിലവുള്ളൂ. പിന്നെ അപ്പോഴത്തേന് ചിക്കനും മസാല റെഡിയായി. പിന്നെ ഒരു 10-15 മിനിറ്റ് ദം ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ ഫുള്ള് കത്തണ്ട ഗ്യാസ്. അത്രയും സമയം കൊണ്ട് നമുക്ക് ബിരിയാണി ഇവിടെ റെഡി. അതും അടിപൊളി ടേസ്റ്റ്. പിന്നെ ചിലവില്ല. ഉള്ളി, തക്കാളി ഇതൊന്നും കട്ട് ചെയ്യണ്ട. നേരെ മസാല ഇടുക, ഇതാക്കുക. അപ്പോൾ ഇത്ര നിങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ ഇത്ര ഒരു ഇത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പോൾ അനുഭവിച്ചപ്പോൾ ഇപ്പോൾ പണ്ടാരിക്കും ഓക്കെ ആയി. മൂപ്പര് പറഞ്ഞ് ഇനി ഇതാണ് സുഖം, നമുക്ക് പിന്നെ എങ്ങനെയാണ് എനിക്ക് കൈപ്പണ്ടേൻ്റെ ആവശ്യമില്ല എന്നും പറയുന്നത്. അപ്പോൾ ഏറ്റവും ഭയങ്കര സംഭവമായി സംഭവം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടി വരും കേട്ടോ. ഞാൻ നാളെ എത്ര ഓർഡർ എന്നുള്ളത് പറയാം. ഓക്കെ.